നമ്മുടെ അഭിലാഷും അതേപോലെ അനുമോളും രാവിലെ സംസാരിക്കുകയാണ്. അനുമോൾ പറയാണ്, ആരും മിണ്ടാത്ത ഒരു കുട്ടി ഉണ്ടാവുമല്ലോ ക്ലാസ്സിൽ, ടീച്ചേഴ്സിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിരിക്കും, നന്നായിട്ട് പഠിക്കും. അവൾ എപ്പോഴും ഒരു നന്നായിട്ട് പഠിച്ച് ഫസ്റ്റ് റാങ്ക് ഒക്കെ വരുന്ന, എന്നാൽ ആരും മിണ്ടാത്ത അവോയ്ഡ് ചെയ്യുന്നൊരു കുട്ടി ഉണ്ടാവില്ലേ, ആ അവസ്ഥയാണ് എനിക്കിപ്പോൾ എന്നാണ് അനുമോൾ പറയുന്നത്. എല്ലാവർക്കും കുശുമ്പൊക്കെ ഉള്ളൊരു കുട്ടി, ആ ഒരു ഒറ്റപ്പെടൽ ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അഭിലാഷിനോട് അനുമോൾ പറയണം. അപ്പോൾ അഭിലാഷ് പറയണം, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കത് സങ്കടം തോന്നി. പുറത്തു പോകുന്ന സമയത്ത് പോലും എന്നോട് ദേഷ്യമുണ്ടായിരുന്നില്ലാത്ത പല ആൾക്കാരും തിരിച്ചു വന്നത് ഭയങ്കര ദേഷ്യത്തിലാണ് എൻ്റെ അടുത്ത്. ആകപ്പാടെ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറിയത് നീയും, അതായത് അഭിലാഷും ഒനിയിലും ലക്ഷ്മിയും അതേപോലെ പ്രവീണ്, മസ്താനി, ജിഷിൻ, മുൻഷിച്ചേട്ടൻ എന്നിവർ മാത്രമാണ്. ഇവിടെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരേണ്ടത്, പക്ഷേ ഇവിടെ ആരും അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും വന്നിട്ട് കുത്തി നോവിക്കുകയാണ് ചെയ്യുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. അന്നേരം അഭിലാഷ് പറയാണ്, ഇനി ഇവിടെ ഗെയിം ഒന്നുമില്ല, നീ അതൊന്നും നോക്കണ്ട. ഇതുവരെ ഉള്ളത് വെച്ചിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നതും വെച്ചിട്ടാണ് ആൾക്കാർ വിലയിരുത്തുന്നത്. ഈ കാണിക്കുന്നതൊക്കെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ, അപ്പം അത് വെച്ചിട്ട് നീ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിൽ അഭിലാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയാണ്, ചില ആൾക്കാരൊക്കെ ഈ പുറത്ത് പോയിട്ട് വന്നിട്ട് സ്വയം ചീത്തയാവുകയാണ്. അതായത് സ്വന്തമായിട്ട് ചെളിവാരി എറിയുക. അത് സത്യമല്ലേ? ബിൻസി, അപ്പാനി, കുറേ ആൾക്കാരുണ്ട് പുറത്ത് പോയിട്ട് വന്നിട്ട്. ഈ മസ്താനിയൊക്കെ പുറത്ത് നല്ല രീതിക്ക് ഇതായിട്ടും തിരിച്ച് വന്നിട്ട് പുള്ളിക്കാരത്തി അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ തിരിച്ച് ഓപ്പോസിറ്റ് കാണിക്കുന്നതാണ് ഈ ശൈത്യ, അതേപോലെ അപ്പാനി, ബിൻസി, സരികയുടെ അടുത്തൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ആൾക്കാർക്ക്. ശാരിക ഫുൾ ലെഗ് അടിക്കാൻ വേണ്ടി കയറി വന്ന പോലെ ഉണ്ട് സരിക ഇനി പുറത്തിറങ്ങി ചെല്ലുമ്പോൾ സരികയ്ക്ക് മനസ്സിലാവും എന്തോരമാണ് സരിക ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന്. കലാഭവൻ സരിക എന്നുള്ളത് കലാപം ശരിക എന്ന് വരെ ആക്കി, സരിക എന്ന് വരെ ആക്കിയിട്ടുണ്ട് ആൾക്കാർ. പിന്നെ അഭിലാഷ് പറയാണ്, തിങ്ക് പോസിറ്റീവ്. ഈ 98 ഡേയ്സ് നിനക്ക് നിൽക്കാമെങ്കിൽ 2 ഡേയ്സ് നിനക്ക് നിൽക്കാം. 100 ഡേയ്സ് നിന്നില്ലേ, അത് മതി. അതാണ് പുറത്ത് പോയിട്ട് വന്ന ബിൻസിയും അപ്പാനിയും ആര്യയും ജിസേൽ, ബിന്നി ഇവരൊക്കെ എന്നെ കുത്തുവാണ് എന്ന് നമ്മുടെ അനുമോൾ കംപ്ലൈൻ്റ് ആയിട്ട് അതൊരു വിഷമം പോലെ പറയുന്നുണ്ട്. ഇന്നലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, എല്ലാവരും പറഞ്ഞത് അനുമോൾ പോവില്ല, എവിക്റ്റഡ് ആവില്ല എന്നാണ് പറഞ്ഞത്. അതെനിക്കും അറിയാം ഞാൻ പോവില്ല എന്ന്. പക്ഷെ അവരൊന്നും പറയുന്നത് ഒരിക്കലും ഒരു ആത്മാർത്ഥതയോടെ അല്ല എന്ന് അവരുടെ ഫേസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആദ്യം എൻ്റെ സൈഡിൽ നിന്ന് ഒരു റെഡ് പോക പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. എനിക്ക് ആകെപ്പാടെ ഒരു ഇതേ ഉള്ളൂ, കരയാൻ പാടില്ല. ഈ 25 പേരുടെ മുൻപിൽ, എന്നെ കളിയാക്കുന്നവരുടെ മുൻപിൽ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോരുത്, അല്ലെങ്കിൽ കരയരുത്. അപ്പോൾ അഭിലാഷ് കളിയാക്കുന്നുണ്ട്, അതൊന്നും നിന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അല്ല, ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തി നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുന്നില്ലേ, അപ്പോൾ എനിക്ക് എവിടെയാണ് സന്തോഷം അവിടെ പോയി ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കരയാതിരിക്കാൻ വേണ്ടി. പിന്നെ മെമ്മറീസൊക്കെ കാണിച്ചപ്പോൾ ഞാൻ കുറച്ച് കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയും വന്നിരുന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി പറഞ്ഞു, ശരി, അത് കണ്ടപ്പോൾ എൻ്റെയും കണ്ണ് നിറഞ്ഞു. വന്നവർ ഫുൾ എന്നെയാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അനുമോൾ പറയുമ്പോൾ ലക്ഷ്മി പറയും, ഇവരൊക്കെ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരാ. ലക്ഷ്മി കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി പറയാണ്, ഇവർക്ക് ശരിക്കും തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ഇവരുടെ മണ്ടത്തരം. അപ്പോൾ അഭിലാഷ് പറയുന്നത്, അത് മണ്ടത്തരമല്ല, ഇവരുടെ ബോധമില്ലായ്മയാണ്. ഇവരിവിടെ എന്താണ് ചെയ്തു വെച്ചെന്ന് അറിഞ്ഞിട്ടും അതേ കാര്യം വീണ്ടും തിരിച്ചു വന്ന് ചെയ്യുക. ട്രൈ ചെയ്യുന്നത് അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സ്വന്തമായിട്ട് അവർ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. അതാണ് ഞാൻ ഇന്നലെ അവരോട് ചോദിച്ചത്, കൗൺസിലിംഗ് വേണമെന്ന്. ഗെയിം കഴിയുമ്പോൾ ചിലർക്കൊക്കെ മെൻ്റലി അഫക്റ്റ് ആവുന്നുണ്ട്. അത് നല്ല രീതിയിൽ തോന്നുന്നുണ്ട്, ഇവർക്കൊക്കെ ഒരുപാട് അഫക്റ്റ് ആയിട്ടുണ്ടെന്ന്. ചിലർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ടെന്ന് അനുമോൾ പറയാണ്. അത് കുറേ ആൾക്കാർക്കുണ്ട്. ബിൻസിക്കുണ്ട്, മുൻഷി പിന്നെ ഓക്കെ ആയി. അതേപോലെ ശൈത്യക്കുണ്ട്. ശൈത്യ ആ വിഷമം തന്നോട് പങ്കുവെച്ചിരുന്നു എന്ന് അനുമോൾ പറയുകയാണ്. അതായത് എൻ്റെ നേരെ ഒരു പ്രശ്നവും വരുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അനുമോൾ ചോദിക്കുകയാണ്, ഈ പ്രശ്നം വരാൻ വേണ്ടിയാണോ ഇവിടെ നിൽക്കുന്നത്? ഒന്നിൽ എന്തെങ്കിലും കഴമ്പുള്ള പ്രശ്നത്തിൽ പോയി ഇടപെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങളുടെ സ്റ്റാൻഡ് എടുക്കുക. ഇതൊന്നും ചെയ്യാതെ ഇവിടെ നിൽക്കുകയാണ്. അപ്പം അഭിലാഷ് പറയുന്നുണ്ട്, ലക്ഷ്മി, നീ നിൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു, നീ ഒറ്റയ്ക്കായി. അനുമോളുടെ സ്റ്റാൻഡ് പറഞ്ഞു, അനുമോൾ ഒറ്റയ്ക്കായി. ഞാനും അതേപോലെ ഒണിയിലും ഡിഫറൻറ്റ് ചിന്താഗതി ഉള്ളവരാണ്. പക്ഷേ ഞങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്ന കാര്യത്തിൽ ഞങ്ങൾ വിട്ട് കളിച്ചിട്ടില്ല. പക്ഷേ ചിലർ അങ്ങനെയല്ല. അവർക്ക് ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ അവർ കളം മാറ്റി അടുത്ത ഗ്യാങ്ങിലോട്ട് പോകും. അതായത് ശൈത്യ തന്നെ അനുമോളുടെ അടുത്തൊരു പ്രശ്നം ഉണ്ടായപ്പം അടുത്ത ഗ്യാങ്ങിൽ പോയി കൂടി. അതാണ് ശൈത്യയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം. അത് ശൈത്യ ഒറ്റയ്ക്ക് നിന്നാലും കുഴപ്പമില്ല, ഒറ്റയ്ക്ക് നിന്ന് ഞാൻ പോരടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. പക്ഷേ ശൈത്യ ഉടനെ തന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാതെ അടുത്ത പ്രശ്നത്തിലോട്ട് പോയി ആ ഗ്യാങ്ങിൽ ചേർന്നു. അതാണ് ഇത്രയും പ്രശ്നമായത്. അപ്പോൾ ഇത്രയും ഗ്യാങ് ചേർന്ന് ഗ്യാങ്ങിലുള്ള എല്ലാവരും പോയിട്ടും ആർക്കും മനസ്സിലായില്ല. ഒരാൾ പോയി മനസ്സിലായില്ല, 2 പേര് പോയി മനസ്സിലായില്ല. അവസാനം ഇത്ര സ്ട്രോങ് ആയിട്ട് നിന്ന ആര്യൻ വരെ പോയിട്ടും ഇവർക്ക് ആർക്കും മനസ്സിലായില്ലല്ലോ എന്നുള്ള രീതിയിൽ അനുമോൾ ചോദിക്കുന്നുണ്ട്. പറഞ്ഞ കാര്യം സത്യമാണ്.
ഈ ശൈത്യ ശരിക്കും അനുമോളുടെ അടുത്ത് പ്രശ്നം ഉണ്ടായി, അനുമോളുടെ അടുത്ത് മിണ്ടാൻ താല്പര്യമില്ലെങ്കിൽ എന്തുകൊണ്ട് അനുമോൾ നിന്ന പോലെ ശൈത്യ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചില്ല? ശൈത്യയ്ക്ക് അപ്പം വേണ്ടത് സപ്പോർട്ടാണ്. പക്ഷേ ശൈത്യ പോയത് ഏറ്റവും നെഗറ്റീവായിട്ട് പുറത്ത് അറിയപ്പെടുന്ന ഒരു ഗ്യാങ്ങിലോട്ടായിപ്പോയി. അപ്പം അതിലെ വീക്കസ്റ്റ് ആയിട്ടുള്ള ശൈത്യ ഔട്ടായി. ശൈത്യയ്ക്ക് കട്ടപ്പ എന്നുള്ള പേരും കിട്ടി. അത് ശൈത്യയുടെ പ്രശ്നമാണ്. ശൈത്യയാണ് അതിൻ്റെ കാരണക്കാരി. ശൈത്യ സ്വന്തമായിട്ട് ശൈത്യയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത വഴിയത്. അത് പുറത്ത് പോയിട്ട് അനുമോളാണ് കാരണക്കാരി, അനുമോളുടെ PR ആണ് കാരണക്കാരി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് കാണുന്ന ഏത് കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാവും ശൈത്യയ്ക്ക് കട്ടപ്പ എന്നുള്ള പേര് ആപ്റ്റാണെന്ന്. അതിനുവേണ്ടി അനുമോളെ വന്ന് ബ്ലെയിം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അഭിലാഷും അതേപോലെ ലക്ഷ്മിയും അനുമോളും രാവിലെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ തോന്നിയെന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.